ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞത് വലഖദ് ജിഅ്തുമൂന ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറത്തിൻ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരിക്കും. അതായത് ഈ മനുഷ്യരെ മുഴുവൻ ഒറ്റക്കൊറ്റക്ക് ഗർഭാശയത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ ഒറ്റക്കൊറ്റക്ക് എല്ലാ അവലംബങ്ങളും നഷ്ടപ്പെട്ട് എല്ലാ ശുപാർശകരും ഒഴിവായി ഒറ്റക്ക് ഹാജരാക്കുന്ന രംഗം അവതരിപ്പിച്ചുകൊണ്ടാണ്. ആ രംഗം പറഞ്ഞത് അങ്ങനെ നിങ്ങളെ കൊണ്ടുവരുമെന്നല്ല, നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഭൂതകാലത്തിലാണ് പ്രയോഗം. ഭൂതകാലത്തിലെ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ യാതൊരു സംശയത്തിനും ഇടമില്ലാതെ അത് സംഭവിച്ചിരിക്കുന്നതാണ്. അതായത് അള്ളാഹുവിൻ്റെ ആ നിർണയങ്ങളൊക്കെയും ഒരു സംശയത്തിനും ഇടയില്ലാതെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശുപാർശ പറയുമെന്ന് വിചാരിച്ചവരോ നിങ്ങൾ അവലംബിച്ചവരോ അങ്ങനെ വാദിച്ചവരോ എല്ലാവരും നിങ്ങളിൽ നിന്ന് ഒഴിവാകും. എല്ലാ ബന്ധങ്ങളും മനുഷ്യരുടെ അറ്റുപോകും. അള്ളാഹുവും ഈ മനുഷ്യരുമല്ലാത്ത ഒരു ബന്ധങ്ങളും പിന്നെ നിലനിൽക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ നിശ്ചയമായും നിങ്ങൾക്ക് ഞാൻ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ്. കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടല്ല, ഭാവികാലല്ല, ഭൂതകാലത്തിൽ പ്രയോഗിച്ചുകൊണ്ടാണ്. അതതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ ഇതാണ് ലാ മുബദ്ദില ലിമാ ഹക്കംത വല അങ്ങനത്തെ പറയുന്ന ആ സംഗതി അതാണ്. അള്ളാഹുവിൻ്റെ വിധിയെ വല റാദ്ദ ലിമാ ഖളൈത വല മുബദ്ദില ലിമാ ഹക്കംത. അള്ളാഹുവിൻ്റെ ആ വിധിയെ മാറ്റുന്നവരില്ല, അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെ തന്നെ നടക്കും. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഇനി അള്ളാഹു ആരാണ് ഈ അള്ളാഹു? അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്ന് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു. ഇനി അള്ളാഹു ആരാണെന്ന് നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ആയാത്തുകളിലേക്ക് തെളിവുകളിലേക്ക് നോക്കി അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഫാലിഖുൽ ഹബ്ബി വന്നവ, അതായത് വിത്തുകളെയും കുരുക്കളെയും പിളർത്തി മുളപ്പിക്കുന്നവൻ. ഇപ്പം നമ്മൾ ഏതെങ്കിലും വിത്തുകളിലേക്ക് അല്ലെങ്കിൽ കുരുക്കളിലേക്ക്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരു തന്നെ എടുത്ത് നോക്കുക. എത്രമാത്രം സ്ട്രോങ് ആയ ഒരു പുറന്തോട്, അതിൻ്റെ ഉള്ളിലൊരു പരിപ്പ്, ആ പരിപ്പ് അത് രണ്ടും പിളർത്തി അതിൻ്റെ മേലെ മൂടിയ മണ്ണിനെ പിളർത്തി അതീവ ദുർബലമായ ഒരു നാമ്പ് പുറത്തേക്ക് വരുന്നു. നമ്മൾ ആ നാമ്പ് നോക്കിയാൽ അറിയാം അതിന് യാതൊരു പോറലും ഉണ്ടാവില്ല. അത് ആരാണ് അങ്ങനെ പിളർത്തുന്നത്? ആർക്കാണ് ഇതിൽ പങ്ക് എന്നുള്ളതാണ്. ആർക്കാണ് ഇതിൽ പങ്ക്? അതായത് നമ്മളുടെ ചുറ്റുഭാഗമുള്ള നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഗതികളിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനെ അറിയാൻ പറയാണ്. അള്ളാഹുവിനെ അറിയാൻ പറയുകയാണ്. യുഖരിജുൽ ഹയ്യ, ജീവിതമുള്ളതിനെ പുറത്തെടുക്കുന്നു മിനൽ മയ്യിത്തി, ജീവിതമില്ലാത്തതിൽ നിന്ന്. ഈ വിത്ത് കുരുക്കൾ എന്നൊന്നും സജീവ ജീവിതമുള്ള ഒരു സാധനമല്ല. അതിൽ നിന്ന് സജീവമുള്ള ജീവിതമുള്ള സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന് ജീവിതമില്ലാതെ കിടക്കുന്നതിൽ നിന്ന് ജീവിതമുള്ളതിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ ജീവിതമില്ലാതെ മുഖരിജുൽ മയ്യിത്തി മിനൽ ഹയ്യി, ജീവിതമുള്ള വൃക്ഷങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നുമൊക്കെ ജീവിതമില്ലാത്ത വിത്തുകളെയും കുരുക്കളെയും മുട്ടയുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ആർക്കാണ് ഇതിലൊക്കെ പങ്ക്? ഇതൊക്കെ ഏതൊരു മനുഷ്യനും ഒരു പുസ്തകവും വായിക്കാതെ തന്നെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്ന തെളിവുകളാണ്. ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടും അന്നാത്തു ഉഫക്കൂൻ, എങ്ങനെയാണ് എങ്ങോട്ടാണ് നിങ്ങൾ ഈ വഴിതെറ്റിക്കപ്പെടുന്നതെന്നാണ്. ഈ കാര്യങ്ങളിലൊക്കെ അള്ളാഹു അല്ലാത്തവർക്കും പങ്കുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ വാദിക്കുന്നു എന്നാണ്. ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിക്ക് പങ്കുള്ളതായിട്ട് നിങ്ങൾ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ തന്നെ ബുദ്ധിയെയും അനുഭവങ്ങളെയും ഒക്കെ നേർക്ക് നേരെ ഇങ്ങനെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്. ഇനി ഫാലിഖുൽ ഇസ്ബാഹി, ഈ പകൽ ഇടവേളകളെ, അതായത് ഇത് രാത്രി പിളർന്ന് പകൽ കൊണ്ടുവരുന്ന ആ വിഷയമല്ല തോന്നുന്നുണ്ട് ഈ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇസ്ബാഹ എന്നാണ് പറയുന്നത്. ഇസ്ബാഹ എന്ന് പറയുന്നതിന് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ അർത്ഥം കൊടുത്തേക്കുന്ന എന്താ, ഡേ, ഈ പകലുണ്ടല്ലോ, പകൽ ഇടവേളകളെ വിഭജിക്കുക എന്നാണ്. അതാണ് അതിൻ്റെ ആശയം എന്നാണ് നമുക്കും തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പകൽ എന്ന് പറയുന്നത് പല ഇതാണ്. ഇപ്പോൾ പ്രഭാതമുണ്ട്, പൂർവാഹനമുണ്ട്, മധ്യാഹ്നമുണ്ട്, സായാഹ്നമുണ്ട്. ഇതിലൊക്കെ വ്യത്യസ്തതകളുണ്ട്. ഇതൊക്കെ അപ്പം സംഗതി ഒന്നിച്ചു പകലാണ്. പക്ഷേ ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ്. ആ ഇടവേളകളെയൊക്കെ സൃഷ്ടിച്ചത്
അത് ആ ഇടവേളകൾ ഉണ്ടാക്കിയത് അള്ളാഹുവാണെന്നാണ്. കാരണം അതൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യനും നമ്മൾ പകൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഓരോ ടൈമിനും ഓരോ അനുഭവങ്ങളും ഓരോ അവസ്ഥകളുമാണ്. നമ്മളുടെ ബോഡിക്ക് തന്നെയും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയവൻ, അങ്ങനെ വിഭജിച്ചവൻ അള്ളാഹുവാണ്. അതുമാതിരി വജഅലൽ ലൈല, രാത്രിയെ അവനാക്കി സക്കനൻ, രാത്രി ഒരു ശാന്തിയുടെ അവസ്ഥയും അവൻ ഉണ്ടാക്കി. ഇതൊക്കെ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആരാ പറയാ? ആർക്കാ പറയാൻ കഴിയുക? അങ്ങനല്ല, ഞാനല്ല, അത് വേറെ ആർക്കെങ്കിലും അതിൽ പങ്കുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുമാതിരി സൂര്യൻ, ചന്ദ്രൻ, ഷംസ്, ഖമർ, ഹുസ്ബാനൻ, അതിന് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും നിർണയങ്ങൾ ആക്കി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതത്തിനെ ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പിടിയിലൊന്നുമല്ലാത്ത വലിയ ഒരു സിസ്റ്റം. ആ സിസ്റ്റം പണിയെടുത്തിട്ടാണ് നമ്മളുടെ ഈ ജീവിതം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സംഗതികളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാ ബെനിഫിറ്റും നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലാര് എന്നുള്ള വസ്തുതയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ വിഷയം നമ്മളുടെ ചിന്താ വിഷയമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ അങ്ങനെ മാറി നമ്മളിങ്ങനെ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെ യാദൃശ്ചികമായോ അല്ലെങ്കിൽ അതങ്ങനെ അങ്ങ് പ്രകൃതിപരമായി അങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ ഒരു മൂഢധാരണയിൽ നമ്മളങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ ഇതൊക്കെ അനുഭവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടാവും. ഏതൊരു ശക്തിയും ഒരു സിസ്റ്റം അതിൻ്റെ കൃത്യതയോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വിട്ടുവീഴ്ചയില്ലാത്ത നിയമങ്ങളുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഈ ഏകാധിപതികളും ഒക്കെ ഉണ്ടല്ലോ. ഏകാധിപതികൾ ഒക്കെ എന്ന് പറഞ്ഞാൽ പലരും നല്ല കഴിവുള്ളവരാ. അതിൻ്റെ ഒപ്പം അവരുടെ ക്രൂരതയും കൂടി വരുന്നതാണ്. ഇവിടെ ഇതൊക്കെ നമുക്ക് ചെയ്തു തരുമ്പോൾ അള്ളാഹു ഇത്രയും കഴിവും ആസൂത്രണവും ഒക്കെ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റാക്കി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന് അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തെ നമ്മൾ വിസ്മരിച്ചാൽ നമ്മൾ മൃഗങ്ങൾക്ക് തുല്യമാകും. പക്ഷേ മൃഗങ്ങൾക്ക് തുല്യമാകുന്നത് ഭൂമിയിലാണ്. പരലോകത്തങ്ങനെ മൃഗങ്ങളെ വിടുന്നത് പോലെ നമ്മളെ വിടില്ല. അഫ ഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ എന്നാണ്. അതായത് നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന്. അങ്ങനെ കരുതണ്ടാണ്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്നുള്ളതല്ല, അള്ളാഹുവിൻ്റെ ഏകത്വം. അള്ളാഹു മാത്രമാണ് ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള, വേറെ ആർക്കും ഇതിലൊരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ അനുസരണത്തിലും നമ്മളുടെ കീഴൊതുക്കത്തിലും അല്ലാത്ത ഒന്നും ഇതിലേക്ക് കടന്നു വരാൻ പാടില്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാന വിഷയം. ആ വിഷയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ദാലിക, അത് തഖ്ദീറാണ്, അത് അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത വിധി നിർണയങ്ങളാണ് ഈ സംഗതികളൊക്കെ. ഇതിലൊന്നും ഇടപെടാൻ പ്രപഞ്ചത്തിൽ വേറെ ഒരു ശക്തിയില്ല, വേറൊരു ശക്തിക്കും പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ സൃഷ്ടികളാണ്. അത് അസീസാണ്, അതിപ്രതാപമാണ്, അൽ അലീമാണ്. അതിപ്രതാപവും അഗാധ ജ്ഞാനവും, എന്തിനെക്കുറിച്ചും അഗാധ ജ്ഞാനവും അതിപ്രതാപവും, ഈ രണ്ട് സംഗതികൾ ഒത്തുചേർന്നാൽ സ്വാഭാവികമായിട്ടുണ്ടാകുക ക്രൂരതയാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ലത്തീഫാണ്, വദൂദാണ്, ഗഫൂറാണ്, ഒക്കെയാണ്. ഇതും കൂടിയാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ സിഫത്തുകളാണ്. ആ സിഫത്തുകൾ അങ്ങനെ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്കൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായും ശ്രദ്ധിച്ചേർന്നു. അള്ളാഹു മറ്റേ സ്വഭാവം മാത്രം എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പരലോകത്ത് പ്രതിഫലം നൽകുന്നത്. അത് ഇവിടുന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിതം അള്ളാഹുവിൻ്റെ അടിമപ്പെട്ട് ചിട്ടപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പരലോകത്തെ
ആ ബാക്കിയുള്ള സംഗതികളൊക്കെ. ഇനിയും അതിലേക്ക് തന്നെ വരും. വഹുവല്ലദീ ജഅലലക്കുമുൻ നുജൂമ. കാരണം ഈ മനുഷ്യന്മാർ ആരാധിച്ചിരുന്നതിൻ്റെ വേറൊരു സാധനമാണ് ഇബ്രാഹിം നബിയുടെ കഥയൊക്കെ പറഞ്ഞപ്പോൾ, ആ സംഭവം പറഞ്ഞപ്പോൾ ഈ നുജൂമുകളെ അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ആ നുജൂമുകളെ നിങ്ങളെ ആക്കി തന്നു. അത് നിങ്ങൾ അതിൻ്റെ ദിവ്യത്വം പറഞ്ഞിട്ടൊന്നല്ല. ലി തെഹ്തദൂ ബിഹാ ഫി ദുലുമാത്തിൽ ബർരി വൽ ബഹരി. കടലിലെയും കരയിലെയും വഴി കാണാത്ത അന്ധകാരങ്ങളിൽപ്പെട്ടവർക്ക് വഴി കാണിക്കാൻ. അതാണ് അവരെ കൊണ്ടുള്ള നമുക്കുള്ള പ്രയോജനം. അല്ലാതെ ദിവ്യത്വത്തിലോ മറ്റോ അവർക്ക് യാതൊരു പങ്കുമില്ല എന്നാണ്. അതാണ് ഈ അങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇന്നും ആ സംവിധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഈ കടലിലായാലും കരയിലായാലും ദിശ നിർണ്ണയിക്കാൻ ഈ സംഗതികളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുതന്നെയാണ് നമുക്ക് അവരെ സംബന്ധിച്ചിട്ടുള്ള പ്രഥമ പ്രയോജനം എന്ന് പറയുന്നത്. അല്ലാതെ ദിവ്യത്വത്തിലോ നമ്മളുടെ ഭാവി നിർണ്ണയിക്കുന്നതിലോ ഒന്നും ഈ നക്ഷത്രങ്ങൾക്കോ ഗ്രഹങ്ങൾക്കോ ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് പോലെ യാതൊരു പങ്കുമില്ല. അത് നിഷേധിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഖദ് ഫസ്വൽന, നാം വിശദീകരിക്കുന്നു, അൽ ആയാത്തി, ഈ ആയാത്തുകളെ, ഈ പ്രാപഞ്ചികമായ തെളിവുകളെ. ഇതിനൊക്കെ ഖുർആൻ ആയാത്തുകൾ എന്നാണ് പറയാം. എന്തിന്? ലി ഖൗമി യഅലമൂൻ, ഇൽമുള്ള ഒരു കൗമ് ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. ഇൽമുള്ള അറിവുള്ള ഒരു കൗമുണ്ടായിത്തീരാൻ വേണ്ടിയാണ് നമുക്ക് മുന്നിലുള്ള ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ വീണ്ടും അള്ളാഹു ഇങ്ങനെ വിശദീകരിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത്. വാസ്തവത്തിൽ ഇത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ അള്ളാഹു എന്നിട്ട് വീണ്ടും അത് വിശദീകരിച്ചു തരുന്നത് ഇൽമുള്ള ഒരു കൗമ് ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇൽമുള്ള ഒരു കൗമിനെ പറഞ്ഞിട്ടും കാര്യമുള്ളൂ. വഹുവല്ലദി, ഇനി സ്വന്തത്തിലേക്ക് വരിക, സ്വന്തം ഇതിലേക്ക് തരിക. ഖുർആൻ്റെ ഒരു രീതി തന്നെ, ഖുർആൻ തുടങ്ങുന്നത് തന്നെ അങ്ങനെ. അതായത് സ്വന്തത്തിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ കൊണ്ടുപോയിട്ടാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്വന്തത്തിലേക്ക് വരിക. വഹുവല്ലദീ അൻശഅക്കും, നിങ്ങളെ ഉൽപ്പാദിച്ചവൻ, മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരൊറ്റ നഫ്സിൽ നിന്ന്, ഒരൊറ്റ സത്വത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചവൻ അള്ളാഹുവാണ്. അത് ആദമിൽ നിന്ന് ആണ് ഇതുവരെ വന്നതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാ സംഗതികളും, എല്ലാ മനുഷ്യരും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ ഒരൊറ്റ സ്വത്വത്തിൽ നിന്നാണ്. നമുക്കതൊക്കെ മനസ്സിലാവും. ഇപ്പോൾ ഒരു മാവുണ്ടായിട്ട്, അബ്ദുള്ളക്കാട മാവുമ്പോൾ ആ എത്ര മാങ്ങ ഉണ്ടായി ഒരു കൊല്ലം, അതിൻ്റെ ഉള്ളിൽ ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയോ? ഇല്ല. അതൊരു വിത്തിലാണല്ലോ. ഒരു മാങ്ങയുടെ ഒരു വിത്തിൽ നിന്നാണല്ലോ എത്ര ആയിരം മാങ്ങകൾ ഇപ്പോൾ അതിൻ്റെ മുകളിലുണ്ടായി. ആ വിത്തിലടക്കം ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ സാധനം. ഇനി കഞ്ഞി എത്ര കാലം മാവ് നിൽക്കുമോ അത്രയും ഉണ്ടാവുമെന്നുള്ളത് അതിലുണ്ട്. ഇതേപോലെ ഒരു സത്വമാണ് ആദം. ആ ആദമിൽ നിന്നാണ് മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ടാകുന്നത് പോലെ നമ്മളിങ്ങനെ ഉണ്ടായി വരികയാണ്. അതിനെക്കുറിച്ചാണ് പറയണത്. ഫ മുസ്തഖറും, അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ഥിരവാസ ഉണ്ടായി. ഫ മുസ്തഖറും വ മുസ്തൗദഉൻ, ഒരു സൂക്ഷിപ്പ് ഇടമുണ്ടായി. ഇത് രണ്ടും പല വ്യാഖ്യാനങ്ങളുമുള്ള ഒരു സംഗതിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ വ്യാഖ്യാനിക്കുന്നത് മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള നമ്മുടെ ജീവിതകാലം. മുസ്തൗദ എന്ന് പറഞ്ഞാൽ മരണശേഷം പുനർജീവനം വരെയുള്ള കാലം. അതിനാണ് അദ്ദേഹം മുസ്തഖറും മുസ്തൗദ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ പുനർജീവിതം എന്ന് പറയുന്ന, പുനർജനനം എന്ന് പറയുന്ന ആ സംഗതി കൂടി അതിൽ ഉൾപ്പെട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് അദ്ദേഹം പറയുന്നത് മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഈ ഗർഭാശയമാണ്, മാതാവിൻ്റെ ഗർഭാശയമാണ്. മുസ്തൗദ എന്ന് പറയുമ്പോൾ ഈ സുൽബിലുള്ള പിതാവിൻ്റെ ബീജം താമസിക്കുന്ന ആ കാലമാണ്. അതായത് ആദ്യത്തേതിനെ അപേക്ഷിച്ച് രണ്ടാമത് ദീർഘമായിരിക്കും. അപ്പോൾ നമ്മുടെ മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജീവിതത്തിനേക്കാൾ കൂടുതലാവും നമ്മൾ ഖബറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. അതേപോലെ മറ്റത് നമ്മളുടെ പിതാവിൻ്റെ നട്ടലിലുള്ള ബീജത്തിൻ്റെ കാലത്തിനേക്കാൾ കൂടുതലാകും മാതാവിൻ്റെ ഗർഭാശയത്തിലുണ്ടാകുക. അതായത് പല ആശയങ്ങൾ ഒന്നിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ തോന്നുന്നത്, പല സംഗതികൾ. ഇനിയിപ്പോൾ വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ആധുനിക കാലത്തെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ മുസ്തഖർ എന്ന് പറയുന്നത് ഇപ്പോൾ പരലോകമൊക്കെ നിഷേധിക്കുന്ന ഒരാളാണെന്ന് വയ്ക്കാം. അയാൾക്ക് പോലും ഈ മുസ്തഖർ എന്ന് പറയുന്നതും മുസ്തൗദ എന്ന് പറയുന്നതും ഭൂമി തന്നെ ആവും. അതായത് മുസ്തഖർ നമ്മൾ ഇവിടെ തന്നെ, മുസ്തൗദ അതായത് ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് നമ്മളുടെ ഈ
DNA ഒക്കെ എടുത്തിട്ട് എല്ലാ സംഗതികളെയും പുനഃസൃഷ്ടിക്കാം. ഇപ്പം മാമത്തിനൊക്കെ ഇപ്പം അടുത്ത് പുനഃസൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. മാമത്ത് എന്ന് പറയുന്ന പഴയ സാധനമൊക്കെ ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ഒക്കെ ഒറിജിനൽ DNA കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു ഭൗതികമായ കാര്യം വെച്ചിട്ട് തന്നെ നമ്മളെ ഇനിയും പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ മുസ്തഖർ ഇസ്തിഖ്റാർ എന്ന് പറയുമ്പോൾ ഇസ്തിഖ്റാർ എന്ന് പറയുമ്പോൾ ഒരു വാസസ്ഥലം, അതായത് വസിക്കുക, സ്ഥിരമാകുക, നിലനിൽ വരിക, അങ്ങനെയൊക്കെയാണ്. വാസസ്ഥലം, സ്ഥിരവാസം, നിലവിൽ വരുന്ന സന്ദർഭം, അതാണ് മുസ്തഖർ. മുസ്തൗദ എന്ന് പറഞ്ഞാൽ തിരികെ സ്വീകരിക്കാൻ വേണ്ടി ഉപേക്ഷിക്കുന്ന ഇടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മുസ്തൗദ, സ്റ്റോറിന് മുസ്തൗദ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതാണ് പുനഃസൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുന്ന ഇടമാണ്. അത് രണ്ടും ഈ ഭൂമിയാണ്, മുസ്തഖറും ഈ മുസ്തൗദാവും. അത് അങ്ങനെ നിങ്ങളാക്കിയിട്ടുണ്ട്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം ചെല്ലും തോറും ഈ വാക്കുകളിലൊക്കെ നമുക്ക് തന്നെ ഇനി പരലോക നിഷേധിക്കുന്നവർക്ക് പോലും ഈ വാക്കുകൾ അർത്ഥവത്താവുന്ന ഒരു സംഗതിയാണ്. ഖദ് ഫസ്വൽനൽ ആയാത്തി, നിശ്ചയമായും ഞാൻ ആയാത്തുകളെ വിശദീകരിക്കുന്നു. എന്തിന്? ലി ഖൗമി യഫ്ഖഹൂൻ. അവിടെ കണ്ട ഇൽമു പോയി ഫിഖ്ഹായി മാറി. ഈ ഫിഖ്ഹ് എന്ന് പറയുന്നത് തന്നെ അതായത് ഒരു പ്രത്യക്ഷമായ അറിവുകളിൽ നിന്ന് പരോക്ഷമായ തിരിച്ചറിവുകളിലേക്ക് മനുഷ്യനെത്തുക എന്നുള്ളതാണ്. അതാണ് ഫിഖ്ഹ്. അതുകൊണ്ടാണ് ഈ നമ്മളെ മതപരമായ ഈ ഫിഖ്ഹ് ഒക്കെ പറയുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ നിയമം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞതിൽ നിന്ന് ഉളവാക്കിയെടുക്കുന്ന ഗവേഷണമൊക്കെയാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അതന്നെ ഇവിടെയും വരുന്നത്. അതായത് ഈ പ്രത്യക്ഷമായ അറിവുകളിൽ നിന്ന് തിരിച്ചറിവുകളിലേക്ക് ഫിഖ്ഹിലേക്ക് എത്തണമെന്നാണ്. അങ്ങനെ ഫിഖ് ഉണ്ടാകുന്ന ഒരു സമൂഹം ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കും തോറും നമുക്ക് ഈ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ഏകത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെ സംബന്ധിച്ചുമൊക്കെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നതെന്നാണ്. വഹുവ, ഇനി അവൻ പിന്നെയും നമ്മളുടെ സാധാരണ നമ്മൾ അനുഭവ ജീവിതത്തിലേക്ക് പിന്നെയും വരിക. വഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ, ഉപരിലോകത്ത് നിന്നും വെള്ളത്തെ ഇറക്കിയവൻ അള്ളാഹു ആവുന്നു. ഫഅഖ്റജ്നാ ബിഹി, അതു മുഖേന നാം പുറപ്പെടുവിച്ചു നബാത്ത കുല്ലി ഷൈഇൻ, എല്ലാവിധ സസ്യ വൃക്ഷ സംഗതികളെ മുഴുവൻ പുറപ്പെടുവിച്ചു. ഫഅഖ്റജ്നാ മിൻഹു, അതിൽ നിന്ന് നാം പുറപ്പെടുവിച്ചു ഖദിറൻ എന്ന് പറഞ്ഞാൽ ഹരിതാപമായ സസ്യങ്ങളും ഹരിതാപമായ ഇടങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിച്ചു. നുഖ്രിജു മിൻഹു, അതിൽ നിന്ന് നാം പുറപ്പെടുവിച്ചു ഹബ്ബൻ, ധാന്യത്തെ, മുത്തറാക്കിബൻ, അടുക്കടുക്കായി മനോഹരമായി അടുക്കിയ ധാന്യങ്ങളെ ഞാൻ പുറപ്പെടുവിച്ചു. വമിനൻ നഖലി, ഈത്തപ്പനയിൽ നിന്ന്, മിൻ തൽഇഹ, അതിൻ്റെ കൂമ്പോളകളിൽ അല്ലെങ്കിൽ കൊതുമ്പിൽ നിന്ന്, കിൻവാനും ദാനിയത്തും, തൂങ്ങി നിൽക്കുന്ന പഴങ്ങളുള്ള കുലകളെ നാം ഉൽപ്പാദിപ്പിച്ചു. അതായത് ശരിക്കും ഇമേജുകളാക്കിയിട്ട് നമ്മളുടെ ജീവിതത്തിന് ഇങ്ങനെ കാണിച്ചു തരിക, വിശദീകരിച്ച് തരിക. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇങ്ങനെയൊന്നും വിശദീകരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം മനുഷ്യർക്ക് ഇതൊക്കെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഈ നെല്ലിൻ്റെ, ഗോതമ്പിൻ്റെ ഒക്കെ ഒരു കതിരെടുത്ത് നോക്കി എന്ത് ഗംഭീരമായിട്ടാണ് അത് അടുക്കി വെച്ചേക്കണത്. അതാണ് ഹബ്ബൻ മുത്തറാക്കിബൻ എന്നൊക്കെ പറയുമ്പോൾ ഓരോ മണികളും ഇപ്പോൾ ചോളം ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കി എത്ര ഗംഭീരമായിട്ടാണ് അതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അടുക്കി വെച്ച് ഇതിൻ്റെ ഒക്കെ പിറകിൽ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു മനുഷ്യർക്കും അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെ ചൂണ്ടിക്കാട്ടാൻ പറ്റില്ല. നമ്മൾ യാദൃശ്ചികമായി അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വിഡ്ഢിത്തങ്ങളുടെ അങ്ങേ തലയാണ്. കാരണം ഈ വക കാര്യങ്ങളും ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ടും ഇത്രയും ആസൂത്രിതമായിട്ടൊന്നും ഒരിക്കലും യാദൃശ്ചിക വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒന്നാമത്തെ യാദൃശ്ചിക എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിനില്ല. യാദൃശ്ചികത എന്ന് പറഞ്ഞിട്ടൊരു സംഗതി തന്നെ ഇല്ല. നമുക്കതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് അറിയാതാവുമ്പോൾ നമ്മൾ പറയുന്ന കേവലം ഒരു വാക്ക് എന്നതിൻ്റെ അപ്പുറം അതിനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിലേക്ക് ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ വജന്നാത്തി മിൻ അഅനാബി, മുന്തിരിയുടെ തോട്ടങ്ങൾ, വസൈത്തൂന, ഒലീവിൻ്റെ തോട്ടങ്ങൾ, വറുമാന, അനാറിൻ്റെ തോട്ടങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ
കണ്ടാൽ ഇതിൻ്റെ ഒക്കെ നമ്മളുടെ ഉപയോഗങ്ങൾ ഇതൊക്കെ എന്തുമാത്രം ആസൂത്രിതമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിലേക്കൊക്കെ നോക്കിയാൽ ഒരു അള്ളാഹുവിനെ നമുക്ക് എങ്ങനെയാണ് നിഷേധിക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് തീരുമാനിക്കാനോ? കാരണം ഇത്രയും ഗംഭീര ആസൂത്രണങ്ങളൊക്കെ നടക്കണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഏകത്വമുണ്ടായിരിക്കണം. പലരും ഇടപെട്ടാൽ ഇതൊക്കെ കുളമാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പലരും ഇടപെട്ടാലൊക്കെ സംഗതി നാശമാവുകയാണ് ഉണ്ടാവുക, നന്നാവുകയല്ല ഉണ്ടാവുക. അത് മുസ്തബിഹൻ വ ഗൈറ മുതശാബിഹിൻ, പല സാധനങ്ങളും കാഴ്ചയിൽ സദൃശമാണ്. ഇപ്പം മാവുകൾ നമ്മൾ കാണുമ്പോൾ ഒക്കെ ഒരേ പാരിയാണ് അല്ലേ? പക്ഷേ അതിൻ്റെ വിളകളോ അതിൻ്റെ പഴങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പൂവിൻ്റെ സംഗതി മണങ്ങൾ പോലും വ്യത്യസ്തമാണ്. ഒക്കെ വ്യത്യസ്തമായി നിൽക്കുന്നു, പക്ഷേ ഒറ്റക്കാഴ്ചയിലൊക്കെ ഒരുപോലെ നിൽക്കുന്നു. ഇപ്പോൾ പ്ലാവുകൾ, മാവുകൾ, ഈത്തപ്പനകൾ, റുമ്മാൻ, ആയനാബ് ഒക്കെ ഇതേപോലെ തന്നെയാണ്. ഒക്കെ ഇതേപോലെയാണ്. ഒരു ഭാഗത്ത് അവർ മുത്തശാബിഹ്, അവർ സാദൃശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ അതൊക്കെ വ്യത്യസ്തമായി മാറുന്നു. ഉൻദുറു, നിങ്ങൾ നോക്കുക, ഇലാ സമരിഹി, അതിൻ്റെ ഫലങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, ഇതാ അസ്മറ വയൻഹി, അത് പൂക്കുമ്പോൾ, കായ്ക്കുമ്പോൾ, വിളയുമ്പോഴൊക്കെ അതിലേക്ക് നോക്കുക. എന്തുമാത്രം വലിയ വ്യത്യാസങ്ങളാണ് അതിലൊക്കെ ഉടലെടുക്കുന്നത്, എന്തുമാത്രം വലിയ പണികളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നത്. അതൊക്കെ എങ്ങനെ ആര് ആസൂത്രണം ചെയ്തു? നമ്മളിതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ? നമ്മളിതിങ്ങനെ പഴുത്ത് വീഴുമ്പോൾ അല്ലെങ്കിൽ മൂക്കുമ്പോൾ പൊട്ടിച്ച് വെക്കുക, തിന്നുക എന്നല്ലാതെ ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ആസൂത്രണം, ആ ആസൂത്രണം എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ ഇവിടെ നിലനിർത്താനും മനുഷ്യരെ ഉപയോഗിക്കാനുമാണ്. ഇപ്പം നമ്മളുടെ മാതിരി ജീവിക്കുന്ന വേറെ ഒരുപാട് ജീവികളുണ്ട്. നമ്മളെ പരിഗണിച്ചതുപോലെ ഒരു ജീവിയെയും അള്ള പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വലഖദ് കറംന ബനി ആദം, നമ്മൾ എത്രമാത്രം സ്വാദുകൾ, എത്രമാത്രം മണങ്ങൾ, എത്രമാത്രം വർണ്ണങ്ങൾ, എത്രമാത്രം ശബ്ദങ്ങൾ, ഇതൊക്കെ എന്തിനാ? ജീവിക്കാൻ മാത്രമാണെന്നുവെച്ചെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടാകും. ഇപ്പോൾ പട്ടിയും പൂച്ചയൊക്കെ ഇവിടെ ജീവിക്കണം ചെയ്യും. നമുക്ക് ഈ തന്ന ഇതിൻ്റെ മുഴുവൻ ബെനിഫിറ്റുകളും അതിൻ്റെ ആ പ്രിവിലേജുകളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് വിശദീകരിച്ച് തരുന്നതെന്നാണ്. അപ്പോൾ അതുണ്ടാക്കിയതും അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പിറകിലുള്ള ഈ അള്ളാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ സംഗതികളൊക്കെ ഇത്ര വൈവിധ്യത്തോടു കൂടി. കാരണം നമുക്ക് മുന്നിൽ തന്നെ അത് അങ്ങനെ ഇല്ലാത്ത ജീവികളൊക്കെ ജീവിക്കുന്നുണ്ട്. ജീവിക്കാതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജീവിക്കാൻ ഈ വക വൈവിധ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്താ കിട്ടിച്ചാൽ ഇതൊന്ന് ജീവിച്ചോളും. കാരണം വിശപ്പ് അതികഠിനമാകുമ്പോൾ ഏത് സാധനവും ജീവിക്കാൻ ഉതകും. പക്ഷെ അതൊന്നുമില്ലാതെ ഇത് ഇത്ര ഗംഭീരമാക്കി തന്നതിൻ്റെ പിന്നിറകിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ അള്ളാഹു നമ്മളെ ഖലീഫയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പ്രാതിനിധ്യത്തിനനുസരിച്ച് അള്ളാഹു നമ്മളെ ആദരിച്ചിട്ടുണ്ട്. ആ ആദരവിൻ്റെ ഭാഗമായിട്ടാണ് ഈ വക വൈവിധ്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിലേക്ക് അള്ളാഹു ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ സംഗതി എന്താ എന്നുള്ളതിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മളുടെ ചിന്ത പോകുന്നില്ല. അങ്ങനെ ചിന്ത പോകുന്നില്ല. ഇന്ന ഫീ ദാലിക്കും, തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ആയാത്തുകളിലൊക്കെയുണ്ട് ലി ഖൗമി യുഅ്മിനൂൻ. ഇതാണ് മനുഷ്യൻ അടിസ്ഥാനപരമായി അവസാനം എത്തിച്ചേരേണ്ട സംഗതികൾ. അതിലൊരു പാറ്റേൺ ഉണ്ട്. അതെന്താ ചോദിച്ചാൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മില്ലത്തിൽ പെട്ട പാറ്റേണാണ്. എല്ലാ പ്രവാചകന്മാരുടെയും അങ്ങനെ തന്നെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇൽമാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒന്ന് ഇൽമാണ്. ഇൽമ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിലുള്ള അറിവുകളാണ്. അതിനെയാണ് നമ്മൾ ഇൽമ് എന്ന് പറയുക. ഈ പ്രത്യക്ഷത്തിലുള്ള അറിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിവിലേക്ക് ചെല്ലുന്നൊരു സംഗതിയുണ്ട്. തിരിച്ചറിവിലേക്ക് ചെല്ലുക, അതായത് പ്രത്യക്ഷത്തിലില്ലാത്തതും എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളതുമായ അതിലെവിടെ അത് നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മനനവും ചിന്തയും ഉൾപ്പെടുമ്പോഴാണ്. ഇൽമ് ഒരു പണ്ഡിതനായി വിചാരിച്ചിട്ട് അതിൽ ഫക്കീഹായിരിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപരിപ്ലവമായ കാര്യങ്ങളെ ഒക്കെ കുറിച്ച് പഠിച്ചാൽ മതി, അയാൾ പണ്ഡിതനാവും. ആ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അയാൾ ഈ തിരിച്ചറിവുള്ള ആളായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഈ പല പണ്ഡിതന്മാർക്കും ഈ തിരിച്ചറിവ് വരാത്തത്. അവർക്ക് പാണ്ഡിത്യമുണ്ടായിരിക്കും, പക്ഷേ
ഈ തിരിച്ചറിവുണ്ടായിരിക്കുക. പക്ഷേ ഈ തിരിച്ചറിവുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നത്. അതാണ് ഫിഖ്. അത് രണ്ടാമത്തെ പടിയാണ്. ഇനി മൂന്നാമത്തെ പടിയിലേക്ക് എത്തുന്ന എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചറിവിനെ അതാണ് തഖ്വയുടെ ഘട്ടം തന്നെയാണ്. നമ്മളിത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിരിക്കണം. ഈ ഫിഖ്ഹിൻ്റെ ഘട്ടമാണ് ശരിക്കും നമ്മൾ ഈ തഖ്വയുടെ ഘട്ടം എന്ന് പറയുന്നത്. ഈ തഖ്വയുള്ള മനുഷ്യനാണ് എന്ത് ചോദിക്കുക? അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുക. അതുകൊണ്ടാണ് ഹുദല്ലിൽ മുത്തഖീനാവുന്നത്. ആ തഖ്വ ഉള്ള മനുഷ്യൻ ചോദിച്ച ആ ഹിദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അവൻ്റെ വിശ്വാസം. കാരണം ഈ തഖ്വയുള്ള മനുഷ്യനെ ഗൈബിൽ വിശ്വസിക്കുള്ളൂ. തഖ്വയുള്ള മനുഷ്യനെ ഗൈബിൽ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇൽമുള്ള പണ്ഡിതന്മാർ ഭൗതികതയിൽ മാത്രം കിടന്ന് വിരളുന്നത് പോലെ അയാൾ ഈ ഭൗതികതയുമായി മാത്രം കിടന്ന് ഇറങ്ങും. നമ്മളുടെ സയൻറ്റിസ്റ്റുകൾ അങ്ങനത്തെവരൊക്കെ ഈ ആലിമീങ്ങളാണ്, ഒക്കെ പണ്ഡിതന്മാരാണ്. അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് നല്ല അറിവുകളുണ്ടാവും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു ആസൂത്രകനിലേക്ക് എത്തുന്ന രൂപത്തിൽ ഫിഖ്ഹായി രൂപപ്പെട്ടിട്ടുണ്ടാവില്ല. ഫിഖ്ഹായി രൂപപ്പെട്ട ആളെയാണ് നമ്മൾ തഖ്വയുള്ള ആൾ എന്ന് പറയാം. കാരണം ഇതിൻ്റെ പിറകിൽ ഒരു ആസൂത്രകനുണ്ട്. ആ ആസൂത്രകൻ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ആസൂത്രകൻ ഇതിനെ കൊണ്ടെത്തിക്കും. യാതൊരു സന്ദേഹത്തിനും ഇടമില്ലാതെ അയാൾക്ക് ഈ ആയാത്തുകൾ അത് തെളിയിപ്പിച്ചു കൊടുക്കും. അയാളാണ് അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുക. ആ ഹിദായത്ത് ചോദിക്കുമ്പോഴാണ് ഗൈബിനെക്കുറിച്ച് അയാൾക്ക് അള്ളാഹു അറിയിപ്പിച്ചു കൊടുക്കുക. അത് പ്രവാചകന്മാരിലൂടെ. അപ്പോൾ ആ പ്രവാചകന്മാരാണ് ആരാണ് അള്ളാഹു എന്നും എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതെന്നും ആരാണ് മലക്കുകൾ എന്നും മലക്കുകളിൽ എങ്ങനെ വിശ്വസിക്കണമെന്നും എങ്ങനെയാണ് മനുഷ്യരും ഈ അള്ളാഹുവും തമ്മിൽ ബന്ധപ്പെടുന്നതിൻ്റെ മാർഗം എന്താണെന്നും അത് റിസാലത്താണെന്നും ഇതൊക്കെ ഈ ഹിദായത്തിൻ്റെ ഭാഗമായി അയാൾ വിശ്വസിക്കുക ചെയ്യുക. അതാണ് മുഅ്മിനൂൻ. ഈ വിശ്വാസത്തിലാണ് ഈ മനുഷ്യൻ എത്തിച്ചേരേണ്ടത്. ഈ ഇൽമും ഫിഖ്ഹും ഇല്ലാതെ ഒരാൾ വിശ്വാസിയായി എന്നർത്ഥം. അയാൾ എപ്പോഴും ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുമെന്നാണ്. ഇൽമും ഫിഖ്ഹും ഇല്ലാത്ത വിശ്വാസത്തിന് അടിസ്ഥാന ഭദ്രതയുണ്ടാവില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് ഇബ്രാഹീമിൻ്റെ മാർഗ്ഗം. അതുകൊണ്ടാണ് ഇബ്രാഹീമിൻ്റെ കഥ പറയുമ്പോൾ നക്ഷത്രത്തിലേക്ക് നോക്കി ചന്ദ്രനിലേക്ക് നോക്കി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. അത് ഇൽമിൽ നിന്ന് ഫിഖ്ഹിലേക്ക് വന്ന് ഫിഖ്ഹിൽ നിന്ന് ഈമാനിലേക്ക് വരിക. ഇതാണ് ഇസ്ലാമിൻ്റെ ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. ഈ ജ്ഞാനമാർഗം നമ്മൾ കണക്കിലെടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും കുത്തിയൊലിച്ചു പോകാൻ തയ്യാറാവുന്നൊരു സാധനവും. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന് ഭദ്രതയുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇൽമുണ്ടാക്കണം. ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിനനുസരിച്ച് എല്ലാ സംഗതികളെക്കുറിച്ചും നമ്മൾ ഭയങ്കര അറിവുണ്ടാക്കണം എന്നല്ല. പക്ഷേ നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പിറകിലുള്ള ഒരു ശക്തിയെ തേടുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തണം. അങ്ങനെ എത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈമാൻ, ആ ഈമാനിനെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി. നമ്മൾ ഈ നാടൻ മട്ടിൽ പറയുന്ന ഈ വിശ്വാസമൊന്നുമല്ല ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്ന വിശ്വാസം. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് കനപ്പെട്ട വിശ്വാസമാണ്. അതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുത്തി ഇങ്ങനെ ഒരു സാധനം കണ്ടുവരുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഒലിച്ചു പോകുന്ന സാധനമല്ല. അതില്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ വിശ്വാസങ്ങളൊക്കെ അങ്ങനെയായി മാറുന്നത്. ഏത് വണ്ടിമല വന്നാലും നമ്മുടെ വിശ്വാസത്തിനാണ് ആദ്യം പരിക്ക് വരിക. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇൽമും ഫിഖ്ഹും നമുക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇൽമും ഫിഖ്ഹും ഇല്ലാത്ത ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് മറ്റു പലരും പറയുന്ന വിശ്വാസം പോലത്തെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെക്കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇനി പറയുന്നത്. കണ്ട, ഈ ഇൽമിൻ്റെയും ഫിഖ്ഹിൻ്റെയും അടിസ്ഥാനത്തിലല്ലാത്ത വിശ്വാസമുള്ളവരാണ് വജഅലൂ ലില്ലാഹി ശുറക്കാ എന്ന് കണ്ട. അവർ ഈ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്നത് ആരെ? ജിന്നിനെ. ജിന്ന് എന്ന് പറഞ്ഞാൽ ആരാ? ഈ അറബികൾക്ക് ഇപ്പം ഇത് അവതരിക്കുമ്പോൾ ജഅലൂ ലില്ലാഹി എന്ന് പറഞ്ഞാൽ അവരാക്കി എന്ന് പറയുമ്പോൾ ഈ അവരാരാ? റസൂല് വന്ന് പറയുന്നത് ഈ മുശ്രിക്കുകളോടാണ്. ഈ മുശ്രികൾക്ക് അറിയാമോ ഇവർ ഈ ജിന്നുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാന്ന്? അത് അവർ അംഗീകരിക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ ജിന്നുകൾക്ക് മനുഷ്യനക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുണ്ട്. നമ്മുടെ വിശ്വാസം എന്താ? നമ്മുടെ മക്ബറകളെക്കുറിച്ച്, നമ്മുടെ വലിയകളെക്കുറിച്ച് ഇതേ വിശ്വാസമാണ് ബാക്കിയുള്ള ബഹുദൈവാരാധന ചാത്തനെക്കുറിച്ച്, കുട്ടിച്ചാത്തനെക്കുറിച്ചൊക്കെ എന്താ അല്ലേ? കുട്ടിച്ചാത്തനെ സേവിക്കണവരില്ലേ? കുട്ടിച്ചാത്ത ഉപദ്രവിക്കണവരില്ലേ?
മടവൂരിന് എന്തോ ചായക്ക് ചോദിച്ചപ്പോൾ ഹോട്ടൽ കത്തിച്ചില്ലേ ഇല്ലേ? എന്താ വിശ്വാസം? ഈ സെയിം വിശ്വാസമാണ്. ഇതേ സംഗതി തന്നെയാണ് ഈ ജിന്നുകളെക്കുറിച്ച് അവരുള്ള വിശ്വാസം. ഇതെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഇൽമും ഫിഖ്ഹും ഇല്ലാതുള്ള വിശ്വാസത്തിൻ്റെ പ്രശ്നമാണിത്. കാരണം ഉപകാരം കിട്ടും അവരെ പ്രീണിപ്പിച്ചാൽ, ഉപദ്രവം ചെയ്യും പ്രീണിപ്പിച്ചില്ലെങ്കിൽ. കുട്ടിച്ചാത്തനെ പ്രീണിപ്പിച്ചില്ലെങ്കിൽ കുട്ടിച്ചാത്തനെ ഉപദ്രവിക്കും. വലിയകളെ പ്രീണിപ്പിച്ചില്ലെങ്കിൽ വലിയ ഉപദ്രവിക്കും. വലിയകളെ പ്രീണിപ്പിച്ചാൽ വലിയകൾ കൊണ്ട് ഉപകാരം കിട്ടും. ഇതാണ് സംഗതി. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈമാൻ, ഈ റൂട്ടിലൂടെ അല്ലാത്ത ഈമാനിൻ്റെ പ്രശ്നമാണിത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ ഖലഖഹും, ആ ജിന്നുകളെ സൃഷ്ടിച്ചത് ഞാനാണ്. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഈ സൃഷ്ടി വേറൊരാളെ ഉപദ്രവിക്കുക, വേറൊരാൾക്ക് ഉപകാരം ചെയ്യുക, ആ സംഗതി നടക്കില്ല. നമ്മൾ ജിന്ന് എന്ന് പറയുന്നുണ്ടോ, മക്ബറ പറയുന്നുണ്ടോ, വലിയ പറയുന്നുണ്ടോ, കുട്ടിച്ചാത്തൻ പറയുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. സംഗതി എന്താണെന്നുള്ളതാണ്. അത് കൃത്യമായി പറഞ്ഞു തരാം. വഖറഖൂലഹു, അതാണ് വഖറഖൂലഹു, ആ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അവർ സകല സംഗതികളിലും നാശാക്കി. അത് ഉറച്ച വിശ്വാസം, ഉറച്ച അടിസ്ഥാനമുള്ള വിശ്വാസങ്ങളെ അതിലേക്ക് പലതിനെയും കൂട്ടിച്ചേർത്തത് കൊണ്ട് അവർ നാശാക്കുക ചെയ്തത്. ഇതിനെക്കുറിച്ചിട്ട് ഈ ഖറക്ക എന്ന് പറയുന്ന ഈ പദം, അത് സൂറത്തു കഹ്ഫിൽ നമുക്ക് കാണാം ഈ പദത്തിൻ്റെ ഒരു ഇത്. ഹത്താ ഇദാ റകിബ ഫിസ് സഫീനതി ഖറഖഹ, കണ്ട. അതായത് ആ മൂസാ നബി പോകുന്ന ആ ഖളിർ എന്ന് പറയുന്ന അദ്ദേഹം ആ കപ്പലിൽ കയറി, കപ്പൽ കേടുവരുത്തി, കപ്പലിനെ ഒട്ടാക്കി. ഈ ഖറക്ക, ഈ സംഗതി ഇതാ. അതായത് ഒരു ഭദ്രമായൊരു സംഗതിയെ തകർക്കുക, നാശാക്കുക. അതാണ് ഇവിടെയും ചെയ്തത്. ഭദ്രമായൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഭദ്രമായ വിശ്വാസം. ആ വിശ്വാസം അതിൻ്റെ ഘടന ഭദ്രമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഇൽമിലെയും ഫിഖ്ഹിൻ്റെയും ഒക്കെ അഭാവത്തിൽ എന്താ ചോദിച്ചാൽ അത് ദുർബലമായി, അത് ഓട്ടായി. അതാണ് വഖറഖൂലഹു, അതിനെ അവർ കെട്ടിച്ചമച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഈ അള്ളാഹുവിലാവുമ്പോൾ കെട്ടിച്ചമക്കുക എന്ന് പറയാം. പക്ഷേ അതിൻ്റെ മൂല സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭദ്രതയെ തകർക്കുക, നാശാക്കുക. എന്നിട്ട് അവരുടെ ഘടനയിലേക്ക് ഈ അള്ളാഹുവിനെ അവർ കൊണ്ടുവന്നു. കാരണം അവർക്ക് എന്താവശ്യമുണ്ട്? ആൺമക്കളെ ആവശ്യമുണ്ട്, പെൺമക്കളെ ആവശ്യമുണ്ട്, കുടുംബ ആവശ്യമുണ്ട്, വംശ ആവശ്യമുണ്ട്, ഒക്കെ ആവശ്യമുണ്ട്. ഈ അള്ളാഹുവിനെ ആ ഭദ്രമായ ഘടനയിൽ നിന്ന് ആ അതുല്യത എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് തുല്യതയിലേക്ക് കൊണ്ടുവന്നു. അതുല്യതയാണ് ഒരു വസ്തുവിന് അതിൻ്റേതായ ഗുണങ്ങൾ, ഒരു വസ്തുവിൻ്റെ ഗുണങ്ങൾ വേറൊരു വസ്തുവിൻ്റെ ഗുണങ്ങൾ ഇതിലേക്ക് വെച്ച് ചാർത്തിയാൽ, ഇപ്പം രാജാവിൻ്റെ ഗുണമായിട്ട് അടിമയുടെ ഗുണം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. രാജാവിൻ്റെ ഗുണമായിട്ട് പറയേണ്ട കാര്യങ്ങൾക്ക് പകരം രാജാവ് ഇന്ന മാതിരിയാണ്, ഭയങ്കര അനുസരണമുള്ള ആളാണ്, നമ്മൾ പറഞ്ഞാൽ അതൊക്കെ കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ ഈ രാജാവ് എന്ന് പറഞ്ഞ സംഗതി പോയി. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിന് ചേരാത്ത സംഗതികളെ കൊണ്ടുവച്ചാൽ അതിൻ്റെ അതുല്യത പോയി. അതാണ് ഇവരും ചെയ്യുന്നത്. അവരുടെ നിലവാരത്തിലേക്ക്, അവരുടെ ആവശ്യങ്ങളിലേക്ക് ഈ അള്ളാഹുവിനെ ചുരുക്കിക്കെട്ടിക്കൊണ്ട് മക്കളുണ്ടാക്കി. ഈസാ നബി മോനായി, ഉസൈർ മോനായി, ഇല്ലേ? അള്ളാഹു ചെയ്യുന്നതൊക്കെ നമ്മുടെ വലിയകളും ചെയ്യുമെന്ന് പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഈ മനുഷ്യരിലേക്ക് തുല്യതപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ അത് ബിഗൈരി ഇൽമിൻ, ഒരു അറിവിൻ്റെയും അടിസ്ഥാനത്തിലല്ല. അതായത് വേദങ്ങളോ പ്രവാചകന്മാരോ പഠിപ്പിച്ച ഒരു അറിവിൻ്റെയും അടിസ്ഥാനപരമായ ഒരറിവിൻ്റെയും അടിസ്ഥാനത്തിലല്ല അവരിതൊക്കെ ചെയ്തത്. സുബ്ഹാനഹു വ തആല അവർ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എത്രയോ പരിശുദ്ധനാണ്. കാരണം അള്ളാഹു എന്ന് പറയുന്നത് അതുല്യമാണ്. അതിലേക്ക് ഒന്നും മനുഷ്യരുടേതായ സൃഷ്ടികളുടേതായ ഒന്നും ചേരില്ല. വ തആല അവൻ അത്യുന്നതനാണ്. അമ്മാ യസിഫൂൻ, ഈ അള്ളാഹുവിൻ്റേതാണെന്ന് പറഞ്ഞ് അവർ പറയുന്ന ഈ വർണ്ണനകളിൽ നിന്നൊക്കെ അള്ളാഹു അത്യുന്നതനും പരിശുദ്ധനുമാണ്. ബദീഉസ് സമാവാത്തി, അള്ളാഹുവിനെ പിന്നെയും പറയാം. ബദീഉസ് സമാവാത്തി വൽ അർളി, ആകാശഭൂമികളെ മാതൃകയില്ലാതെ, ബദിയ എന്ന് പറയുമ്പോൾ വെറും മാതൃകയില്ല എന്ന് മാത്രമല്ല, മുൻ മാതൃകയില്ല എന്ന് മാത്രമല്ല, അത് അങ്ങേയറ്റം മനോഹരമായി സൃഷ്ടിക്കുക എന്നുള്ളത്. ആ രണ്ട് കാഴ്ചയും കൂടി ഒത്തുകൂടിയ വാക്കാണ് അത്ര.
അതായത് ഒരു സംഗതി, ഇപ്പം നമ്മൾ ഒരു സാധനം സൃഷ്ടിക്കുമ്പോൾ, ഇപ്പം മൊബൈൽ സൃഷ്ടിക്കുമ്പോൾ മൊബൈലിൻ്റെ ആദ്യത്തെ രൂപം എന്താ, കാറ് സൃഷ്ടിക്കുമ്പോൾ കാറിൻ്റെ ആദ്യത്തെ രൂപം എന്താ. പക്ഷേ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി അതിനേക്കാൾ മനോഹരമാക്കാമായിരുന്നു എന്നൊരു സങ്കല്പം തന്നെ സാധ്യമാണോ? അത് സാധ്യമല്ല, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ മയിൽ ഇതിനൊന്നും കൂടി ഒന്ന് നന്നാക്കാമായിരുന്നെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സങ്കല്പം തന്നെ സാധ്യമല്ലാത്ത ബദീഉ സമാവാത്ത്, അതായത് പുതുതായി മുൻപേ ഒരു മാതൃകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബിദ്അത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെയോ റസൂലിൻ്റെയോ തെളിവോ പ്രമാണമോ ഇല്ലാത്ത കാര്യങ്ങൾ ദീനായിട്ട് പുതിയത് കൊണ്ടുവരുമ്പോൾ ബിദ്അത്ത് എന്ന് പറയില്ലേ, അതന്നെ ആ വാക്കാണിത്. അതേ സംഗതി ഇതാണ്. അത് അള്ളാഹു അതാണ് എന്ന് പറയാം. അള്ളാഹു അതാണ്, മുൻ മാതൃകയില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ. അന്നായക്കൂനു ലഹു വലതും, പിന്നെ എന്തിനാണൊരു മകൻ? അതായത് ഒരു സംഗതി അധികാരത്തിൽ പങ്ക് വേണമെങ്കിൽ ഒന്നുകിൽ ആ സൃഷ്ടിയുടെ ഘട്ടത്തിൽ വേണം, അതിൻ്റെ ആസൂത്രണത്തിൽ വേണം, അതിൻ്റെ നിർമ്മാണത്തിൽ വേണം. ഇതിലേതിലെങ്കിലും പങ്കുള്ള ഒരാൾക്കാണ് അതിൽ ഏതെങ്കിലും നിലക്ക് അധികാരത്തിൽ പങ്കുണ്ടാകുക. അതൊന്നുമില്ല. ആകാശഭൂമികൾ എന്ന് പറയുന്നത് മുഴുവൻ അള്ളാഹു അല്ലാത്ത മാ സിവല്ലാന്നാണ്. അല്ലാത്തതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികൾക്ക് പിന്നെ എന്തിനാ, പിന്നെ എങ്ങനെ മോന്, അതെന്താ അതിൻ്റെ ആവശ്യം എന്നാണ്. അതൊക്കെ മനുഷ്യർ അള്ളാഹുവിൻ്റെ അവരുടെ ഘടനയിലേക്ക് വലിച്ചു കൊണ്ടുവന്നതിൻ്റെ സംഗതികളാണ്. വലം തെക്കുല്ലഹു സാഹിബത്തും, അവനൊരു പ്രേയസിയുമില്ല. ഈ പറയണവരെന്നെ അള്ളാഹ്ക്ക് ഒരു ഭാര്യ ഉണ്ട് എന്ന് പറയണില്ല. അതായത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ അള്ളാഹുവിനെ വളച്ചു കെട്ടി കൊണ്ടുവരികയാണ്. ഇതാണ് അവർ ചെയ്യുന്നത്. വഖലഖ കുല്ല ഷൈഇൻ, എല്ലാ സംഗതികളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അതായത് സൃഷ്ടിയല്ലാത്ത ഒന്നും പ്രപഞ്ചത്തിൽ വേറെ ആരുടെ മുന്നിലുമില്ല. സ്രഷ്ടാവും സൃഷ്ടിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്രഷ്ടാവിന് എന്തെങ്കിലും, കാരണം എല്ലാ സൃഷ്ടികളും സൃഷ്ടിക്കാൻ അള്ളാഹു പ്രാപ്തനാണെങ്കിൽ പിന്നെ അതിൻ്റെ മേളിൽ എന്തിനാണ് ഒരു മകന്, മകള്, പെൺമക്കൾ, എന്തിന്, അതിൻ്റെ ആവശ്യം എന്താണ്? അതാണ് അള്ളാഹു ഖനിയാണ്. അള്ളാഹുവിനെ ഈ മനുഷ്യരുടെ ഘടനയിലേക്ക് കൊണ്ടുവരിക, അള്ളാഹുവിന് എന്നിട്ട് സംഗതികൾ ഉണ്ടാകുക, അള്ളാഹുവിന് വംശമുണ്ടാവുക, അള്ളാഹുവിന് ഭാര്യ ഉണ്ടാകുക, മക്കളുണ്ടാകുക. ഇതൊക്കെ ഈ മനുഷ്യരുടെ ഈ ഇൽമും ഫിഖ്ഹിൻ്റെയും അഭാവമാണ്. അള്ളാഹുവിനെക്കുറിച്ച് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അള്ളാഹുവിനെക്കുറിച്ച് ഗ്രഹിക്കേണ്ടതുപോലെ അറിയേണ്ടതുപോലെ അറിയാത്തതിൻ്റെ പ്രശ്നമാണ് വിശ്വാസപരമായ എല്ലാ വൈകല്യങ്ങളുടെയും തുടക്കം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അള്ളാഹു ആരാണെന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കായത്. ഇഖ്റ ബിസ്മി എന്ന് പറയുന്ന സംഗതിയുടെ ആശയം തന്നെ അറിയുക എന്നുള്ളതാണ്. അതായത് ഒരു സംഗതിക്ക് നമ്മൾ പേര് വെക്കുന്നത് എന്തിനാ, അല്ലേ? അള്ളാഹുവിനെ അറിയാനുള്ള ഈ പേരുകളാണ് ഈ 99 റുബൂബിയ്യത്തിൻ്റെ നാമങ്ങൾ. പല ആംഗിളിൽ ഇത് അള്ളാഹുവിനെ, റബ്ബിനെ ശരിക്കറിയാം. അള്ളാഹു എന്ന് പറയുന്നത് വേറെ സംഗതിയാണ്. പക്ഷേ അള്ളാഹുവിനെ നമ്മൾ അറിയുന്നത് റുബൂബിയത്തിലൂടെ. ഈ പറഞ്ഞതൊക്കെ റുബൂബിയത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ വിത്തിനെ പിളർക്കുന്നതാണെങ്കിലും കുരുവിനെ പിളർക്കുന്നതാണെങ്കിലും സൂര്യനെ സൃഷ്ടിച്ചതാണ്, ഇതൊക്കെ റുബൂബിയത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ റുബൂബിയത്തിലൂടെ ഇത് ഒന്നാമത്തത് ഇതിനൊക്കെ കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ്. ഇതെങ്ങനെ, അതൊരു സംഗതിയാണ്, അതൊരു അടിസ്ഥാനമാണ്. ആ എങ്ങനെ എന്നുള്ളതിൽ നിന്ന് പിന്നെ ഇതിൻ്റെ പിന്നിൽ ആര്, എന്താണ് ലക്ഷ്യം, ആ സംഗതിയിലേക്ക് നമ്മൾ പോകണം. അവിടെ എത്തുമ്പോൾ നമ്മൾ മുത്തക്കിയായി എന്ന് പറയാം. ഇത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഈ പാറ്റേൺ നമ്മൾ നോക്കണം. മുത്തക്കിയായ മനുഷ്യനെ ഹിദായത്ത് കിട്ടിയിട്ടും കാര്യമുള്ളൂ, ഓനെ ചോദിക്കും ചെയ്യുള്ളൂ, അല്ലാത്തവന് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ മുത്തക്കിയാവുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഖുർആനും അല്ലാത്തതൊക്കെ റസൂലൊക്കെ ഇത്തക്കുള്ള എന്നിങ്ങനെ പറയണത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഭക്തരാകുക എന്നാണ്. അതിൻ്റെ ഒക്കെ എത്രയോ അപ്പുറമാണ് ഇത് കിടക്കുന്നത്. ഇത് പറയുന്നത് മനുഷ്യരോടാണ്. കാരണം ഈ മനുഷ്യർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ശേഷി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് പറയുന്ന ഏത് കാര്യവും ചെയ്യാനുള്ള ശേഷി മനുഷ്യനക്കുണ്ട്. മനുഷ്യൻ്റെ ശേഷിക്കപ്പുറം അള്ളൊന്നും പറയില്ല. നമ്മൾ ചിലരൊക്കെ വിചാരിച്ചേക്കണേ ഇപ്പം അതേ പറ്റുള്ളൂ, അതാ അള്ളാഹ് പറയണതെന്നാണ്. അങ്ങനെയല്ല.
അങ്ങനെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. പലരും അങ്ങനെ പറയുന്നുണ്ട്, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്സഹാ എന്ന് പറയുമ്പോൾ ഒക്കിപ്പോൾ അത്രേ പറ്റുള്ളൂ എന്ന്, അത് മതി എന്നാണ്. അങ്ങനെയല്ല, നമ്മളോട് പറയുന്നതൊക്കെ ചെയ്യാൻ മാത്രം ശേഷി നമുക്കുണ്ട്. കാരണം തന്നതല്ലേ, അതിനനുസരിച്ചാണ് പറയുന്നത്. അതായത് അള്ള പറയുന്നതൊക്കെ ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ള പറയുന്നതൊക്കെ അതേപോലെ ചെയ്യണം. അത് ഇൽമിൻ്റെ കാര്യത്തിലാണെങ്കിലും വേണം, ഫിഖ്ഹിൻ്റെ കാര്യത്തിലാണെങ്കിലും വേണം, അങ്ങനെ ഈമാനിലേക്ക് എത്തുന്ന കാര്യത്തിലാണെങ്കിലും വേണം. വഹുവ ബി കുല്ലി ഷൈഇൻ അലീം, എല്ലാ സംഗതികളെക്കുറിച്ചും നമ്മളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നും അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൻ്റെ പരിധിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത്. അതിന് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളത് അടിസ്ഥാനമാണ്. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനെ അറിയുന്ന ഒരു സമൂഹമായി തീരാൻ വേണ്ടിയാണ്, ഇൽമുള്ള സമൂഹമായി തീരാൻ വേണ്ടി, ഫിഖ്ഹുള്ള സമൂഹമായി തീരാൻ വേണ്ടി, ഈമാനുള്ള സമൂഹമായി തീരാൻ വേണ്ടിയാണ് അള്ളാഹു ഇക്കാര്യങ്ങളൊക്കെ ഇതുപോലെ വിശദീകരിക്കുന്നത്. നമുക്ക് നിർത്താം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.